ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങള് കുറച്ച് നാളുകളായിട്ട് ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. പക്ഷേ അത് എങ്ങനെ ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്ന് പറഞ്ഞൊരു ചിന്താകുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്തുവായാലും ഞങ്ങൾ പ്രാർത്ഥിച്ച് പറഞ്ഞു, നമുക്ക് എന്തുവായാലും ഒന്ന് തുടങ്ങാം, ബാക്കി വരുന്ന വഴി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. ഞങ്ങൾ എന്തോ വീഡിയോയെ കുറിച്ച് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എന്തിനാണ് സൃഷ്ടിച്ചത്? ഇങ്ങനെ പല ചിന്തകൾ ഉണ്ട്. മതം ഒരു ഉത്തരം പറയുന്നു, സയൻസ് വേറൊരു ഉത്തരം പറയുന്നു. അങ്ങനെ പല ഫിലോസഫികളും പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോടല്ലേ നമ്മൾക്ക് ചോദിക്കേണ്ടത്, എന്താണ് നമ്മുടെ പർപ്പസ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്? അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ആദ്യത്തെ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മളെ കൂടെ ബ്രദർ ജേക്കബ് തോമസ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പം തുടങ്ങുന്നതിന് മുമ്പേ ജേക്കബ് ബ്രദർ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമുക്ക് തരും. അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് മുന്നോട്ട് പോകാം. എൻ്റെ പേര് ജേക്കബ് തോമസ്. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും 12 വർഷം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആയിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, പക്ഷേ കർത്താവായി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു 20 വർഷമായി കർത്താവിൻ്റെ കർത്തൃത്വത്തിലേക്ക് കടന്നു വരുവാനും, കർത്താവിനെ കർത്താവായി സ്വീകരിച്ച്, രക്ഷിതാവായി സ്വീകരിക്കണം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവിനെ കർത്താവായി സ്വീകരിച്ച് ആ കർത്തൃത്വത്തിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ ദൈവം കൃപ തരുന്നല്ലോ. താങ്ക് യു ജേക്കബ് ബ്രദറെ. അപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, ദൈവം സൃഷ്ടിയെ സൃഷ്ടിച്ചു, പലവിധമായ മൃഗങ്ങളും മരങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ട് അവസാനം ദൈവം പറഞ്ഞു, നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. അപ്പം ആ ദൈവത്തിൻ്റെ ആ ഉദ്ദേശം മനുഷ്യരിൽ കൂടെ എന്തോ ഉണ്ട്. അപ്പൊ ആ ഉദ്ദേശം എന്താണെന്ന് ബ്രദർ ചിന്തിക്കുന്നത്? നമ്മളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും, ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു മാനുവലുണ്ട്. അപ്പോൾ ആ മാനുവലാണ് നമ്മളോട് പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ പർപ്പസ്, ഇപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ ഉണ്ടാക്കുന്നത്, മനുഷ്യൻ സൃഷ്ടിച്ചത് സാധനങ്ങൾ തണുപ്പിച്ച് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു സമയത്ത് ഈ ഫ്രിഡ്ജ് ഒരാൾ മേടിച്ച് അവർക്കറിയത്തില്ല എന്തിനാ ഉപയോഗിക്കുന്നത്, ഈ മാനുവൽ ഇട്ട് പഠിച്ചുമില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഇത് നല്ലൊരു അലമാരിയായിട്ട് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ അവർ ഈ അലമാരിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം. പക്ഷെ അതിനുവേണ്ടിയാണോ അത് സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദ്ദേശം അതല്ല. അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യനെ ദൈവം ഒരു കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗ്രാമം ആദ്യമേ ഒരാൾ ഫ്രിഡ്ജ് മേടിച്ച് അലമാരിയായിട്ട് ഉപയോഗിച്ചാൽ വേണമെങ്കിൽ ഒരു ഗ്രാമം മുഴുവനും ഈ ഫ്രിഡ്ജ് അലമാരിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ശരിയാ. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ ദൈവം ഒരു കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു, അത് വേറൊരു കാര്യത്തിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തെ കൂടാതെ, ക്രിയേറ്ററിനെ കൂടാതെ വേറൊരു പർപ്പസിലേക്ക് ജനം തിരിഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നോക്കുകയാണെങ്കിൽ, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം പറയാണ്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, അന്ധകാരം കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ദൈവം ഒരിക്കലും പാഴും ശൂന്യമായ ഒന്നും സൃഷ്ടിക്കുകയില്ല, അന്ധകാരം കൊണ്ട് നിറയ്ക്കില്ല. പക്ഷേ വീണുപോയ ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് വന്ന്, സാത്താന്യ ദൂതന്മാർ, അവരാൽ ഈ ഭൂമി പാഴും ശൂന്യവുമാക്കപ്പെട്ട് അന്ധകാരത്താൽ നിറയപ്പെട്ട സ്ഥലത്ത് ദൈവം എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ സൃഷ്ടിയെ മടക്കി വരുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം, അനന്തരം ദൈവം പറഞ്ഞ്, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക,
സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാഴുക. വാഴുക. അതാണ്. അപ്പം പക്ഷേ മനുഷ്യൻ അത് ചെയ്യേണ്ടത് ദൈവത്താൽ നിറയപ്പെട്ടുകൊണ്ടാണ്. മനുഷ്യൻ ഒരിക്കലും മനുഷ്യനായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവൻ തന്നെത്താൻ അത് ചെയ്യുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. ദൈവം മനുഷ്യനെ ഒരു പാത്രമായി സൃഷ്ടിച്ച് അതിൽ ദൈവത്താൽ നിറയപ്പെട്ടുകൊണ്ട് അവന് ജീവവൃക്ഷഫലം ഉണ്ട് അവിടെ. പക്ഷെ ആ ജീവവൃക്ഷഫലം അവൻ തിന്ന് അല്ലെങ്കിൽ അവൻ ദൈവത്തെ ഭക്ഷിച്ച് ദൈവത്താൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയായ ഭൂമിയെ അവൻ ഭൂമിയെ വാഴാം. ഭൂമിയിലുള്ളതിനെ എല്ലാത്തിൻ്റെ മുകളിൽ വാണുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് പിശാചിനെ റീപ്ലേസ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഓക്കെ മനസ്സിലായി. അപ്പം ഇത് നമ്മള് ചിന്തിക്കുന്ന ഭൂമി, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതിന്റെ നടുക്ക് ഇത് എവിടെയോ സാത്താന് അവിടെ വീഴുകയും സാത്താൻ അത് ഭൂമിയെ ഏറ്റെടുക്കുകയും ആ അധികാരം ഒക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പാഴും ശൂന്യമായിട്ടെന്ന് പറയുന്നത്. അപ്പം ആ സ്ഥലത്ത് പിന്നെയും ദൈവം അവകാശമാക്കാനായിട്ട് അതിനുവേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലേ? അതെ, അത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുക. അപ്പം നമ്മള് ചായ ഉൾക്കൊള്ളുന്ന ഒരു പാത്രം, ചായക്കപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ആ ചായ അതിനകത്തില്ലെങ്കിൽ അത് വെറും കപ്പാണ്. പക്ഷെ അത് ചായക്കപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്നാലും ചായ അതിനകത്ത് നിറയ്ക്കുക. ചായക്ക് പകരം അതിനകത്ത് ചാരായം നിറച്ചാൽ ശരിയാകത്തില്ല. കാരണം ആ കപ്പ് ചായ നിറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ ദൈവം എല്ലാത്തിനും ഓരോ തരമുണ്ട്. മൃഗങ്ങളെ അതതിന്റെ തരത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ തരത്തിലാണ്, മനുഷ്യന്റെ തരത്തിലല്ല. പക്ഷേ പിശാച് ഇത് വളരെ അധികം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യനെ തന്ത്രപൂർവമായി വഞ്ചിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ അവനെ പ്രേരിപ്പിച്ച് അവൻ അങ്ങനെ അനുസരണക്കേട് കാണിച്ചു. അപ്പൊ ഇവിടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, ആദ്യമേ ദൈവം ദൂതന്മാരെയാ സൃഷ്ടിച്ച്. പക്ഷെ ഈ ദൂതന്മാർ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ചത് നിമിത്തമാണ് അവരെ ദൈവം തള്ളിക്കളഞ്ഞത്. അപ്പൊ ആ തള്ളിക്കളഞ്ഞ അവരെ റീപ്ലേസ് ചെയ്യാൻ ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം മനുഷ്യൻ അനുസരിച്ചുകൊണ്ടാണ് അവരെ റീപ്ലേസ് ചെയ്യേണ്ടത്. പക്ഷെ ആ അനുസരിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ച മനുഷ്യനെ അനുസരണക്കേടിലേക്ക് കൊണ്ടുവരികയാണ്, മത്സരത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് മനുഷ്യന്റെ ആ ദൈവിക പർപ്പസ് എന്താണോ മനുഷ്യനെ കുറിച്ച്, ആ പർപ്പസിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. അപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു, ഇനിയിപ്പോ നീ ഇവിടെ വേണ്ട, നീ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നണ്ട. നിന്നെ തിന്നാതിരിക്കാൻ വേണ്ടി അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇനി ഒരു നാളും അവര് കയറി വരാതിരിക്കാൻ കെരൂബുകളെ കാവൽ നിർത്തി. അതെല്ലാം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-3 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം എനിക്ക് അതിനകത്ത് പല പ്രാവശ്യം ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ജന്തുക്കൾ മേലും സമുദ്രത്തിലുള്ള മീനിന്റെ മേളിലും ആകാശി പറക്കുന്ന പക്ഷികളുടെ മേളിലും അധികാരമാണ് നമുക്ക് മനുഷ്യന് തന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ പല മൃഗങ്ങളിലേക്കാളും ബലഹീനനാണ് ഞാൻ. മീൻ വസിക്കുന്നത് സമുദ്രത്തിൽ. എനിക്ക് ഒരു 2 മിനിറ്റ് പോലും അടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷിയോ എനിക്ക് പറക്കാനും പറ്റത്തില്ല. അപ്പം ഇതൊരു ഇമ്പോസിബിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ഈ ഒരു പറയുന്ന എൻവയോൺമെന്റിനകത്ത് ഇവർക്ക് ഉള്ള ആ ബലവും ശക്തിയും കഴിവും മനുഷ്യനായിട്ട് എനിക്കില്ല എന്നാ ഞാൻ നോക്കുമ്പം ഇതെനിക്ക് മനസ്സിലാവുന്നു. പിന്നെ എങ്ങനായി ദൈവം ഇതിൻ്റെയൊക്കെ മേൽ വാഴണം എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് എൻ്റെ കഴിവ് എനിക്കില്ലല്ലോ. അപ്പൊ എന്തിനായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞത്?
നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യനെ ദൈവം പുറത്താക്കി കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനെ കൈവിട്ടില്ല. ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ദൈവം ഒരു പുതു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിയിലേക്ക് തുടങ്ങിയാണ്. അവിടുന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, അബ്രഹാം ഒരു വ്യക്തിയെ വിളിച്ച്, ഒരു കുടുംബത്തെ വിളിച്ച്, ഒരു നേഷനെ വിളിച്ച്, ആ നേഷനിലൂടെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ആ മനുഷ്യനെ, അല്ലെങ്കിൽ ആദമിന്റെ ജീവനെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പുതു മനുഷ്യനായി വരുവാൻ വേണ്ടി. അപ്പം യേശു കർത്താവ് പറയുന്ന ആദ്യമേ നമ്മൾ പറയുന്ന വചനം ജഡമായി തീർന്നു. അപ്പോൾ അതൊരു പ്രോസസ്സായി. ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, അവൻ ദൈവ സാദൃശ്യത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി തീർന്നു. അപ്പൊ ദൈവമായി അന്ന് വരെ ദൈവം മാത്രമായിരുന്നു. ഇപ്പോൾ ദൈവം മനുഷ്യനും കൂടെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം പറയാം, വചനം ജഡമായി തീർന്നു. അപ്പൊ ഇപ്പോൾ ദൈവം മനുഷ്യവേഷത്തിൽ ഇവിടെ വന്നിട്ട് മനുഷ്യനിലൂടെ ഒരു ദൈവരാജ്യത്തിന്റെ വളർച്ച ഇവിടെ കൊണ്ടുവരികയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ദൈവത്തെ അനുസരിച്ചു. ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നിട്ട് ഓരോ വിഷയത്തിലും എന്തു പറയണമെന്നും എന്ത് ചെയ്യണമെന്നും പിതാവ് എന്തുവാണോ പറഞ്ഞ് അത് മാത്രം ചെയ്തു. അങ്ങനെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന മനുഷ്യനെയാണ് ദൈവത്തിന് വേണ്ടത്. അപ്പൊ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് മാത്രമേ പിശാചിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യേശു കർത്താവ് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, സകലത്തിലും യേശു കർത്താവ് ദൈവത്തെ മനുഷ്യന്റെ വേഷത്തിൽ നിന്നുകൊണ്ട്, മനുഷ്യനായി നിന്നുകൊണ്ട് ദൈവത്തെ അനുസരിച്ചു. അപ്പൊ ഓരോ അനുസരണത്തിലൂടെയും ദൈവരാജ്യം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. കാരണം ദൈവത്തിന്റെ ഭരണമാണ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വേഷത്തിൽ മനുഷ്യനായി തീർന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു കാര്യം സംഭവിച്ചത്, നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാം വാക്യം പറയുമ്പോൾ, ഇവിടെ നമ്മൾ കാണുന്നത്, ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പൊ നമ്മൾ പറഞ്ഞു വചനം ജഡമായി തീർന്നു, ഇവിടെ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി നിന്ന് പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച് ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവന്നുകൊണ്ട് പുനരുത്ഥാനത്തിലൂടെ യേശു കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. അപ്പൊ ഇതാണ് മനുഷ്യനെ ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം. ഓക്കെ ജേക്കബ് ബ്രദർ, ഇപ്പം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ യേശു കർത്താവ് ദൈവമായതിനാൽ ഈ ഭൂമി വന്ന് മനുഷ്യന്റെ രൂപം എടുത്തിട്ട് ദൈവത്തിന്റെ വചനം അതേപോലെ അനുസരിച്ചു, അത് സംസാരിച്ചു, അത് പ്രസംഗിച്ചു, അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പം ഞാനും ആ കർത്താവുമായിട്ട് ആ ബന്ധത്തിൽ എങ്ങനെ എനിക്ക് എൻ്റെ പർപ്പസ് എങ്ങനെ ഫുൾഫിൽ ആകുന്നത്, അല്ലെങ്കിൽ ആ ദൈവോട് അനുസരിച്ചു, യേശു കർത്താവ് അനുസരിച്ചു, നല്ല കാര്യം. പക്ഷെ അതും ഞാനുമായിട്ട് എന്താണ് ഒരു ബന്ധം? യേശു കർത്താവ് ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് പറയുന്നുണ്ട്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്നുമ്പേ പറഞ്ഞ പോലെ. അപ്പം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ കർത്താവിന്റെ മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വം അവിടെ ഉരിഞ്ഞു വെച്ചിട്ടാണ്
മനുഷ്യനായി ഉം. വന്നത്. എന്നിട്ട് ഇപ്പൊ പറയുക, കർത്താവ് ലോകമുണ്ടായതിന് മുമ്പിൽ എനിക്കുണ്ടായ മഹത്വത്തിൽ നിന്റെ അടുക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ തിരിച്ചുള്ള ആ പ്രവേശനം. എന്നിട്ട് ആ പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് പറയാണ്, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഓക്കെ. അപ്പൊ കർത്താവ് എന്തുവാ ശരിക്കും ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഗലാത്യ ലേഖനം അവസാനം നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പുതു സൃഷ്ടി അത്രേ കാര്യം, പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല, പുതു സൃഷ്ടി അത്രേ കാര്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അപ്പൊ ഈ പുതിയ സൃഷ്ടി ഒരു ഭയങ്കര സംഭവം. ഇത് നമ്മളെ ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ആ പഴയ ആദാമിനെ പൂർണ്ണമായും കല്ലറയിൽ ഒതുക്കി, കല്ലറ കൊണ്ട് തീർത്തു. അവിടെ പുതിയ മനുഷ്യനായ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ യേശു കർത്താവിന് ഡ്രസ്സ് വേണ്ട. അവിടെ നമ്മൾക്ക് കാണാം, അത് ആ പൊതിഞ്ഞിരുന്ന തുണിയെല്ലാം മടക്കി വെച്ചിരിക്കുന്നു, പിന്നെ അൺറാപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് കണ്ടോണ്ടേ യോഹന്നാൻ വിശ്വസിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അവത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവന് വസ്ത്രം വേണ്ട. അപ്പം ആദമിന് പാപം ചെയ്യുന്നതിന് മുമ്പേ വസ്ത്രമില്ലായിരുന്നു. അപ്പൊ ആ മഹത്വത്തിൽ, ആ ഗ്ലോറിയസ് പ്രസൻസിലായിരുന്നത് കൊണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പുതുമനുഷ്യനായി എഴുന്നേറ്റ് വരുമ്പോൾ അതിന്റെ ആവശ്യമില്ല. പിന്നെ വാതിൽ അടച്ചിരിക്കെ അകത്ത് വരാൻ കഴിയുന്നുണ്ട്. പിന്നെ മറിയെ കണ്ടിട്ട് അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, എന്നെ തൊടരുത്, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോയിട്ട് നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയണം എന്ന് പറയുമ്പോൾ, മറിയ ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്ന ആ സമയം കൊണ്ട് യേശുവിന് സ്വർഗത്തിലേക്ക് പോയി മടങ്ങി ശിഷ്യന്മാരുടെ അടുക്കിലേക്കും വരാം. അപ്പോ ആ ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യം. ആ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോഴാണ് ഈ വാതിൽ അടച്ചിരിക്കെ അകത്തേക്ക് വന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അസ്ഥിയും മാംസവും ഉള്ള ശരീരം നോക്ക് എന്ന് ശിഷ്യന്മാരോട് പറയും. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ആദം പാപം ചെയ്യുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഹവ്വയെ സൃഷ്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. പക്ഷെ പാപത്തിന് ശേഷം മനുഷ്യനെ പറയുമ്പോൾ മാംസ രക്തങ്ങളെന്ന് പറയുന്നത്. അപ്പൊ രക്തം അവിടെ എല്ലാം ഉണ്ട്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് പിന്നെയും പറയാ, മാംസവും അസ്ഥിയും മാംസവുമാണ് അവിടെ പരാമർശം. അപ്പൊ രക്തത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ രക്തം പാപമോചനത്തിന് വേണ്ടിയാണ്. പാപമോചനം കഴിഞ്ഞ് ഈ പുതു മനുഷ്യന് ആ രക്തത്തിന്റെ പരാമർശം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതു മനുഷ്യൻ, പുതു ശരീരം, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകും. അപ്പം അങ്ങനെ ഒരു മഹത്വമുള്ള ശരീരം പ്രാപിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ തെസ്സലോനിക്കയിൽ പറയുന്ന പോലെ നമ്മുടെ ആത്മാവും പ്രാണനും അല്ലെങ്കിൽ ദേഹവും ഒരുപോലെ ക്രിസ്തുവിന്റെ വരവെങ്കിൽ അനിന്ത്യമായി കാക്കപ്പെടും. അപ്പൊ നമുക്ക് 3 ഘടകമുണ്ട്. അപ്പൊ ആത്മാവ്, നമ്മുടെ ആത്മാവ് സെക്രിയാവ് 12:1 പറയുന്നത്, ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്ത ദൈവം മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ചാക്കി. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടിച്ചാക്കിയ ഈ ആത്മാവ്, ആത്മാവിലാണ് ദൈവം വന്ന് വസിക്കുകയും ദൈവത്തിന്റെ സംസാരം, ഇടപെടല്, കമ്മ്യൂണിയൻ എല്ലാം നടക്കുന്ന അവിടെയാണ്. പക്ഷേ അത് പാപം നിമിത്തം ദൈവവുമായുള്ള ബന്ധമായി മരിച്ചു പോയത് കൊണ്ട് നമ്മുടെ ഈ സിം കാർഡ് ടവറുമായി നമ്മുടെ മൊബൈലിൽ ഇരുന്ന് കണക്ട് ചെയ്യും. ആക്ച്വലി മൊബൈലിൽ ടവറുമായി കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാട്ടെന്ന് പറയുന്നത് സിമ്മാണ്. അപ്പൊ അത് ഏതിന്റെ സിമ്മാണോ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മൾ ഒന്നീ റേഞ്ച് ആ ടവറിന് പുറത്തു പോയി, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫീസ് അടച്ചില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
ഈ ടവറുമായുള്ള ബന്ധം ഉം. ഈ സിം കാർഡ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ മൊബൈൽ വിളിക്കാൻ അതിന്റെ ആക്ച്വൽ പർപ്പസ് നടക്കത്തില്ല. നടക്കത്തില്ല. ഗെയിം കളിക്കാനൊക്കെ ഉപയോഗിക്കാം. ഉം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ ആക്ച്വൽ പർപ്പസ് എന്താണോ അതിൽ നിന്ന് മാറി. ഉം. അപ്പൊ ഇവിടെയും പ്രശ്നം, ദൈവം ഒരു പർപ്പസിന് വേണ്ടി നമ്മളെ ഉണ്ടാക്കി, എന്നാൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, എന്നിട്ട് ഈ ഭൂമിയെ വാഴുവാൻ വേണ്ടി. പക്ഷേ നമ്മൾ ആ പർപ്പസ് മാറി ഉം. വേറെ പർപ്പസിലേക്ക് വന്നു. വന്നു. നമ്മൾ ഒന്നും ചെയ്യുന്നില്ലയോ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്, ഉം. പക്ഷേ ചെയ്യേണ്ടതല്ല ചെയ്യുന്നത്. ചെയ്യേണ്ടത്. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചതല്ല നമ്മൾ ഇന്ന് ചെയ്തത്. ഉം. നമ്മൾക്ക് കുറെ പ്ലാനുകളുണ്ട്, ഉം. ആ പ്ലാനിലേക്ക് നമ്മൾ ആയിത്തീർന്നു. ആയിത്തീർന്നു. അപ്പൊ ഇന്ന് മടങ്ങി വരണമെങ്കിൽ ഈ പാപം ചെയ്ത മനുഷ്യൻ ഉം. ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവുമായുള്ള ബന്ധം കട്ടായപ്പോൾ അവന് മടങ്ങി വരാൻ യാതൊരു സ്ഥാനവുമില്ല. അവൻ ഒരു പ്രതീക്ഷയുമില്ല തീരുന്ന സ്ഥലത്ത് ആ പേയ്മെന്റ് ഉം. കർത്താവ് ചെയ്തു. ഉം. ആ കർത്താവ് നമുക്ക് വേണ്ടി ആ തുക അടച്ച്, അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറഞ്ഞ ആ കാര്യം ദൈവം നമുക്ക് വേണ്ടി പേ ചെയ്തിട്ട് കർത്താവ് പറയാണ് നിങ്ങൾ ഫ്രീ ആയി. അപ്പൊ ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരും അവരുടെ പാപത്തിൽ മരിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം കർത്താവ് അത് അവർക്ക് വേണ്ടി നിറവേറ്റി. ഇത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ രക്ഷിക്കപ്പെടാൻ ഉള്ള ആദ്യത്തെ മാർഗം. രക്ഷപ്പെടാനുള്ള ആദ്യത്തെ മാർഗം അല്ല, അത് ഒരിക്കലും പോസിബിൾ അല്ല. സഹോദരന് വേണ്ടി സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. അപ്പൊ ആർക്കും കഴിയാത്ത ഒരു കാര്യം യേശു കർത്താവിന്റെ രക്തത്തിലൂടെ, മരണത്തിലൂടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. അത് ദൈവത്തിന്റെ കരുണയാണ്, കൃപയല്ല, സ്നേഹവുമല്ല. സ്നേഹത്തിലും കൃപയിലും നിറഞ്ഞ കരുണയാണ്. കരുണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അർഹതയേ ഇല്ല, പക്ഷെ അവിടെ ദൈവം നമുക്ക് വേണ്ടി കാണിച്ച കരുണ. പക്ഷെ ഈ കരുണ നമുക്ക് ദൈവം കാണിച്ചു തന്നപ്പോ നമ്മളെ തിരിച്ച് ആദം പാപത്തിന് മുമ്പേ ഏതവസ്ഥയാണോ ആ അവസ്ഥയിലേക്ക് ആക്കി തീർന്നു. മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് യേശു കർത്താവിലൂടെ യേശു കർത്താവ് ചെയ്ത കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ചെയ്തതിലൂടെ നമ്മൾ പാപരഹിതരായി മാറുകയാണ്, പാപമില്ലാത്തവരായി മാറുകയാണ്. പക്ഷെ രണ്ടാമത്തെ പ്രോബ്ലം അവിടെ നിൽക്കുന്നു. ആദമിനോട് ചോദിച്ച അതേ ചോദ്യം നമ്മളോടും ദൈവം ചോദിക്കുന്നു. ഇനിയും നിനക്ക് നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലം തിന്ന് ജീവിക്കണോ, അതോ ജീവന്റെ വൃക്ഷഫലം തന്നെ ജീവിക്കണം? ഈ രണ്ട് വൃക്ഷവും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അടുത്ത ചോദ്യം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, പക്ഷേ അനേക വർഷങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കർത്താവായി യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. കാരണം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ചെലവില്ല, അത് വളരെ എളുപ്പമാണല്ലോ. ദൈവമായിട്ട് സ്വീകരിക്കാൻ എളുപ്പമാണ്, പക്ഷെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കുക, അനുസരിക്കുകയും വേണം. അതെ. അപ്പൊ ഇവിടെ വിഷയം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന കർത്താവ് ആ പാക്കേജ് ചെയ്തുകൊണ്ട് ജസ്റ്റ് റിസീവ് ചെയ്താൽ മതി, ഇങ്ങനെ എടുത്താൽ മതി. പക്ഷെ കർത്താവായി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ നമ്മുടെ കർത്തൃത്വത്തിന് മരിക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ പാപമാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിയത്, വേറെ ഒന്നുമല്ല. ഈ പാപത്തിന്റെ പരിഹാരം യേശുവിലൂടെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവവുമായി ബന്ധമുണ്ട്. ഈ ആത്മാവിന് ദൈവവുമായി തിരിച്ച് ബന്ധപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങി. അപ്പം ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ പ്രശ്നം, ദേഹി, നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ ഇപ്പോഴും പഴയതിൽ കിടക്കുക. അത് മർദ്ദനമായി ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നു. അതെ, അത് ഇപ്പോഴും മത്സരത്തിലൂടെ നമ്മൾ ജീവിച്ച, ജഡത്തിൽ ജനിച്ച് ജഡത്തിൽ ജീവിച്ച അതേ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിന്റെ പാറ്റേൺ അനുരൂപമാകാതെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കപ്പെട്ട് രൂപാന്തരപ്പെടുകയും. റോമർ 12:2. അതെ.
അപ്പൊ ഇവിടെ ഒരു രൂപാന്തരം സംഭവിക്കണം. ഏതിന്? ദേഹിക്ക്. യുനോ പല ആളുകളും ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓക്കെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യത്തിലേക്ക് അങ്ങ് നീങ്ങുകയാണ്. നമ്മൾ പുതിയ സൃഷ്ടിയായി. യെസ്, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ദേഹി ഇപ്പോഴും പഴയ ചിന്തയാണ്. ഞാൻ അതിനെ പറയുന്നത്, ഇപ്പൊ ഒരു സ്ലമ്മില് ഒരാളോ ഒരു പയ്യൻ നമ്മൾ ചെന്ന് കണ്ടു. സ്ലം എന്ന് പറഞ്ഞ ചേരി പ്രദേശം. അപ്പൊ അവനിങ്ങനെ മണ്ണും ചെളിയും എല്ലാം പൂണ്ട് ഇച്ചിരി കഞ്ചാവും ഒക്കെ അടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു പയ്യൻ. അപ്പൊ നമുക്ക് അവനോട് മനസ്സറിവ് തോന്നിട്ട് അവനെ എൻ്റെ മകനാക്കാൻ വേണ്ടി ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ റെഡിയാക്കി അവനെ എൻ്റെ മകനായി സ്വീകരിച്ചു. ഇപ്പൊ തത്വത്തിൽ അവൻ ചേരിയിലുള്ള അല്ല, എൻ്റെ മകനാണ് ഒഫീഷ്യലി. പക്ഷെ ഇപ്പോഴും അവന്റെ ജീവിത രീതി ആ സ്ലമ്മിലുള്ള ജീവിത രീതി തന്നെയാണ്, പഴയ സ്വഭാവം. അതെ. അപ്പൊ അവന് ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അവര് ചോക്ലേറ്റ് കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ഈ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ അവനെ പരിശീലിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അവന്റെ കിടന്നുറങ്ങിയത് എവിടെയെങ്കിലും ഒക്കെ മണ്ണിലും ചെളിയിലും ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് അവനൊരു വ്യത്യാസം വരണം. അവൻ ദിവസം കുളിക്കുന്ന ഒരു സ്വഭാവം വേണം. അപ്പൊ ഈ സ്വഭാവത്തിന്റെ രൂപവൽക്കരണം ഒറ്റ നിമിഷം കൊണ്ട് ഉണ്ടാകത്തില്ല. ഈ പറയുന്ന അവനെ എൻ്റെ മകനാക്കി എന്ന് പറയുന്ന ആ ഡോക്യുമെന്റ്സ് ഒരു നിമിഷം കൊണ്ട് ആയി തീർന്നാലും അവന്റെ പ്രാക്ടിക്കൽ, അവന്റെ സ്വഭാവ രൂപവൽക്കരണത്തിന് സമയമെടുക്കും. ഇതാണ് ശരിക്കും ആത്മാവിൽ നമ്മൾ ദൈവവുമായി ബന്ധപ്പെട്ടു, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നു, ദൈവം കാര്യങ്ങൾ പറയാൻ തുടങ്ങി, നമ്മളും ദൈവവുമായിട്ടുള്ള സമാധാനമായി, സന്തോഷമായി, ദൈവത്തിനും സന്തോഷമായി. എങ്കിലും നമ്മൾ ഇപ്പോഴും നമ്മുടെ മൈൻഡില് പഴയതിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പൊ അതാണ് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത്. എന്തുവാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ അത് പക്ഷേ അതിന്റെ 29-ാം വാക്യം പറയുക, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുവരിക്കുന്നു. അപ്പൊ ഇവിടെ വിഷയം, നമ്മൾ പലപ്പോഴും ആ ഒരു വാക്യം എടുത്തിട്ട് എല്ലാം നന്മയ്ക്കാണെന്ന് പറയുന്നതിന്റെ കാര്യം, ആ വിളിച്ചവരെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? അവന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തന്റെ പുത്രനോട് അനുരൂപപ്പെടാൻ, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളിൽ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ കാര്യങ്ങൾ പിതാവിനെ പുത്രനായ യേശുക്രിസ്തു അനുസരിച്ചതുപോലെ നമ്മൾ അനുസരിച്ച്, ഈ അനുസരണത്തിലൂടെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ, എബ്രായ ലേഖനം പറയാ, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നിട്ട് തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യജീവന് കാരണഭൂതനായി തീർന്നു. അപ്പൊ ഈ നിത്യജീവന് കാരണഭൂതനായി തീർന്ന എല്ലാവർക്കും അല്ല, തന്നെ അനുസരിക്കുന്നവർക്ക് മാത്രമാണ്. യേശു കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാ. പാപക്ഷമ എല്ലാവർക്കും കിട്ടി, പക്ഷെ എല്ലാവരും സ്വീകരിക്കുന്നില്ല, അതൊരു വിഷയം. രണ്ട്, അത് സ്വീകരിച്ചവരും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നില്ല. രണ്ടാമത്തെ ഘട്ടം എന്താന്ന് ചോദിച്ചാൽ, ഇവന്റെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ ഇവൻ യേശുവിനെ രക്ഷിതാവായി മാത്രം സ്വീകരിച്ചാൽ പോരാ, കർത്താവായും സ്വീകരിക്കണം. കാരണം പാപം നിമിത്തം ഇവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇവൻ ഇപ്പോ ചെയ്യുന്നത് ഇവന്റെ കർത്തൃത്വത്തിലാണ്. നമ്മളെല്ലാം നമ്മുടെ സ്വയത്തിലാണ് ജീവിക്കുന്നത്, സ്വന്തം ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നത്. അതെ. അപ്പൊ നമ്മൾ നമ്മുടെ രാജാക്കന്മാരാണ്. അപ്പൊ ആദ്യമേ നമ്മൾ രാജാവാകുന്നതിന് മരിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാരണം രണ്ട് രാജാക്കന്മാർക്ക് ഒരു സമയത്ത് ഒരിടത്ത് ഭരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഒന്നുകിൽ ഞാൻ എന്നെ ഭരിക്കും, അല്ലെങ്കിൽ ദൈവം എന്നെ ഭരിക്കും. അപ്പൊ ദൈവത്തിന് എന്നെ ഭരിക്കണമെങ്കിൽ ഞാൻ ആദ്യമേ മരിക്കണം. എന്റെ ഇഷ്ടങ്ങൾക്ക്, എന്റെ കർത്തൃത്വത്തിന്, ഞാൻ രാജാവാകുന്നതിന് ഞാൻ മരിക്കണം. അപ്പൊ ഈ മരണത്തിന് ശേഷമാണ് ശരിക്കും കുഴിച്ചിടല് നടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സ്നാനം നടക്കേണ്ടത് ഈ ഒരു തീരുമാനത്തിന് ശേഷമാണ്.
രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഇത്. അതിന് നമ്മൾ ഒന്നും ചെയ്യണ്ട. യേശു കർത്താവ് സകലവും ചെയ്തു. അത് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി. പക്ഷേ ഈ സ്നാനത്തിലേക്ക് വരണമെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനിയും എന്നോട് കരുണ കാണിച്ച ദൈവത്തെ മറന്ന് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. അതാണല്ലോ നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അതിനകത്ത് മുങ്ങുന്നത് ഞാനാ, പക്ഷെ ഉയർത്തെഴുന്നേക്കുന്നത് യേശു കർത്താവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അതിന്റെ ഭാഗത്തുനിന്ന് വെളിയിലോട്ട് വരുന്നത്. അതല്ലേ അതിന്റെ ശരി? അതെ. അല്ല, അപ്പൊ ആ മരിക്കുന്ന, ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഈ മരിക്കാതെ കുഴിച്ചിട്ടാൽ അത് ഇല്ലീഗലായി. ഇപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മരിക്കാൻ, ഞാൻ ഇന്ന് നമ്മൾ പൊതുവെ കാണുന്ന അനേക സ്നാനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ചിലര് വീട്ടിലെ പ്രശ്നം മാറാനാ സ്നാനപ്പെടുന്നത്, ചിലര് കല്യാണം നടക്കാനാ സ്നാനപ്പെടുന്നത്, ചിലര് സ്റ്റാറ്റസിന് വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്, ചിലര് ഒത്തിരി പേര് പറയുന്നുണ്ട് എന്റെ ചേട്ടൻ സ്നാനപ്പെട്ടു, ഞാൻ സ്നാനപ്പെടാതിരിക്കുന്നത് ശരിയാണോ അപ്പൊ ഞാനും അങ്ങ്, അല്ലെങ്കിൽ എന്റെ അനിയൻ സ്നാനപ്പെട്ടു അപ്പൊ ഞാനും സ്നാനപ്പെട്ടേക്കാം. ഇങ്ങനെ ചിലര് പറയുന്നു സ്നാനപ്പെട്ടാലേ അപ്പവും വീഞ്ഞും കിട്ടുള്ളൂ. അപ്പൊ എന്നാ അതിന് നേരത്തെ ഒരാൾ എന്നോട് പറഞ്ഞു കന്നുകാലെ നോക്കാതിരിക്കാനാണ് ഞാൻ സ്നാനപ്പെട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ 6 മക്കളാണ്, 5 പേരും സ്നാനപ്പെട്ടു. അപ്പം പറയും എടാ ഇന്ന് കർത്തൃമേശമുള്ള ദിവസമാ, നീ സ്നാനപ്പെട്ടില്ലല്ലോ, നീ കന്നുകാലെ നോക്കി ഇവിടെ ഇരിക്കേ, ഞങ്ങള് പോട്ടെ. അപ്പൊ അതിന് അപ്പൊ ഇങ്ങനെ പല 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 കാരണങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണമെങ്കിൽ ഒരു സ്കൂളിൽ ചെന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് പോലെ, നമ്മൾ ഒരു സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്നത് എന്തിനാ? അവിടെ ചെന്ന് പഠിക്കാൻ വേണ്ടിയാ. നമുക്ക് ABCD ഒന്നും അറിയത്തില്ല, അറിഞ്ഞിട്ടല്ല നമ്മൾ പോയി അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ഈ അഡ്മിഷൻ എടുക്കാതെ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മരിക്കുകയും ദൈവ ഇഷ്ടങ്ങൾക്ക് ജീവിക്കാൻ സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യാതെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തില്ല. അപ്പൊ വേറെ എന്ത് റീസൺ ആണ് സ്നാനപ്പെട്ടതെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം അംഗീകരിച്ചിട്ടില്ല, അത് അംഗീകരിക്കത്തുമില്ല. ദൈവത്തോട് യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഒരു ഉടമ്പടി എടുക്കുകയാണ്. അതാണ് പുതിയ നിയമ ഉടമ്പടി. ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിച്ചു എന്ന് എബ്രായ ലേഖനം പറയുന്നു. അപ്പോൾ ആ യേശു കർത്താവ് ഒന്നാമത്തേത് നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിച്ചത് ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ. അപ്പൊ നമ്മൾക്ക് ആ ഇഷ്ടത്തിലാണ് നമ്മൾ വരണ്ടേ. എന്ന് പറഞ്ഞാൽ ദൈവമേ എന്റെ ഇഷ്ടം അല്ല അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് ദൈവവും ഞാനും കൂടെ എടുക്കുന്ന ഒരു ഉടമ്പടിയുടെ നമ്മളൊരു വസ്തു വെക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ഉടമ്പടി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കരാറിലേക്ക് വന്നു കഴിഞ്ഞ് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാ അത് കാര്യമുണ്ട്. അതിന് ശേഷം നമ്മൾ ആ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്ട്രാറിന്റെ മുമ്പിൽ വെച്ച് സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ഉറപ്പ് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ദൈവവുമായി ഒരു ഉടമ്പടി എടുക്കുന്നു. ഇനി എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു രജിസ്ട്രാറിനെ വെച്ചിട്ടുണ്ട്. അതൊരു ശിഷ്യനായിരിക്കണം. അത് പാസ്റ്റർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ശിഷ്യനായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പൊ ശിഷ്യന്മാരെയാണ് കർത്താവ് ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ശിഷ്യന് മാത്രമേ യേശുക്രിസ്തുവിന്റെ കൈയായി നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പം ശിഷ്യൻ ആണ് സ്നാനപ്പെടുത്തി ശിഷ്യരാക്കേണ്ടത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാമായി. ഇല്ല, സ്നാനം തുടക്കമാണ്. ഒരു കുട്ടിയെ കൊണ്ട് സ്കൂളിൽ ചേർത്തിട്ട് അവൻ ABCD അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ അവൻ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തു, അവനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ അവന് പഠിക്കാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവനെ കൊണ്ട് രജിസ്റ്റർ ചെയ്യാണ്. ഇതുപോലെയാണ് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുന്നത്. നമ്മൾ ദൈവ ഇഷ്ടം മതി എന്റെ ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുക. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ദൈവം എന്തിനാണ് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ അവൻ ഓരോ ദിവസവും ഈ റേമ വേർഡ് റിസീവ് ചെയ്തുകൊണ്ട് ലോഗോസ്
വേർഡായിരിക്കുന്ന എഴുതപ്പെട്ട വചനത്തെ അവന്റെ അതത് ജീവിതത്തിൽ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള വചനമായ ദൈവം അവന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ മരുഭൂമിയിലേക്ക് നയിച്ച എന്തിനാ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടത്. ആത്മാവ് അവനെ നയിച്ചു എന്നവർ. അപ്പൊ ആത്മാവ് നമ്മളെയും അങ്ങനെ സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ അങ്ങനെ അല്ലാതെ സ്നാനപ്പെട്ട ഒരു സ്നാനവും ദൈവം അംഗീകരിക്കുന്നില്ല. ഈ യഥാർത്ഥമായി നാം മരിച്ചിട്ട് തന്നെ വേണം കുഴിച്ചിടപ്പെടാൻ. അങ്ങനെ മരുഭൂമിയിലേക്ക് ദൈവം അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ നടത്തുന്നത് പിശാചിനാൽ, അവിടുത്തെ പരീക്ഷകനായി പിശാചിനെയാണ് ഏൽപ്പിച്ചത്. അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ കാര്യങ്ങളിൽ അവൻ ജയിക്കണം. അപ്പൊ യേശു കർത്താവ് ജയിച്ചതുപോലെ അവൻ ജയിച്ചു വരുമ്പോൾ അവന്റെ കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം എന്നുള്ള ജഡ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്ന് ആത്മാവിന്റെ ഫലത്താൽ അവൻ നിറയപ്പെട്ട് അവന്റെ ദേഹി ജീവൻ ഒരു വ്യത്യാസം വരണം. അപ്പൊ ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടു, പക്ഷെ അവന്റെ ദേഹി ഇപ്പോഴും സെയിം അവസ്ഥയിലാണ്. ഇവിടെയാണ് ഒരു മാറ്റം വരേണ്ടത്. അങ്ങനെ മാറ്റം വന്ന് അവൻ ജീവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോമാലേഖനത്തിൽ പറഞ്ഞത്, ആ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, കഷ്ടങ്ങളും, ദുഃഖങ്ങളും എല്ലാം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ കരുണയാണ്. നമ്മുടെ ദേഹി ജീവനെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇങ്ങനെ മരിച്ചവർ എങ്ങനെ ഈ ദേഹി ജീവനിൽ തന്റെ പുത്രനോടുള്ള അനുരൂപപ്പെടലിൽ ആയിത്തീർന്നവർ എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഈ രീതിയിൽ അനുസരിച്ച് ദൈവ ഇഷ്ടം ചെയ്യാൻ സമർപ്പിച്ച് സ്വന്തം ഇഷ്ടം ചെയ്യാതെ ദൈവ ഇഷ്ടത്തിൽ ദൈവത്തെ രാജാവായി കണ്ട് രാജ്യത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ നമ്മുടെ ശരീരത്തിനും ഒരു രൂപാന്തരം ഉണ്ടാവും. നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ മരണം അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് അംഗീകരിച്ചപ്പോൾ രൂപാന്തരപ്പെട്ടു. നമ്മുടെ ദേഹി ജീവിതം ആ വചനത്താൽ നിറഞ്ഞ് ജീവിക്കുന്നതിലൂടെ രൂപാന്തരപ്പെട്ടു. ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആണ്. അതെ, ചെയ്തുകൊണ്ട് ജീവിക്കപ്പെട്ടു. മൂന്നാമത് നമ്മുടെ ശരീരം ഒരു ദിവസം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ രക്ഷിക്കപ്പെടും. അപ്പൊ ഈ മൂന്ന് കാര്യവും നടക്കും. അപ്പൊ ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ മഹത്വമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മോൾഡ് നമ്മൾ ഉണ്ടാക്കി, ആ മോൾഡ് തന്നെ ആയിരിക്കണം വേറെ ബാക്കിയെല്ലാം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന മൂലക്കല്ല് റെഡിയായി. ആ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ സെയിം കട്ട ഉപയോഗിക്കും. അപ്പൊ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായി ഓരോ കല്ലുകളും ചേർത്ത് പണിത് നമ്മൾ ആ കല്ലുകളെ അപ്പൊ ആ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായിരിക്കണം, എന്നാലേ ചേർത്ത് പണിയാൻ പറ്റൂ. അപ്പൊ ഇൻഡിവിജ്വലി നമ്മളെ ദൈവം പണിയുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ ഇൻഡിവിജ്വലി പണിതതിന് ശേഷം ചേർത്ത് പണിയപ്പെടും. അപ്പോൾ സകല വിശുദ്ധന്മാരോടും കൂടെ അല്ലാതെ നമുക്കൊരു യാത്രയില്ല. ആ സഭ എന്ന് പറയുന്നത് ആ വിശുദ്ധന്മാർ മുഴുവൻ പേരുടെയും ഒരു കൂട്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് പുതിയൊരു ആകാശം, പുതിയൊരു ഭൂമി ഉണ്ടായി. അവിടെ ദൈവം മനുഷ്യനോടുകൂടെ വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അവിടെ നമ്മൾ റെവലേഷൻ വായിക്കുമ്പോൾ ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ ഈ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ റെഡിയായി കഴിഞ്ഞപ്പോൾ പിശാചിനെയും അതിൻ്റെ ദൂതന്മാരെയും അവനെ അനുസരിച്ചവരും എല്ലാവരും തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക, ഇത് രണ്ടാമത്തെ മരണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തള്ളിയിട്ടു. പിന്നെ അവനില്ല. അപ്പൊ റീപ്ലേസ് ആയോ? ആയി. അപ്പൊ മനുഷ്യനെ ആക്ച്വലി ദൈവം എന്തിനാണോ സൃഷ്ടിച്ച് അതിലേക്ക് ദൈവം കൊണ്ടുവന്നു. അങ്ങനെ അവൻ എന്നേക്കും ദൈവത്തോട് കൂടെ വാഴും എന്നെഴുതിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ താത്കാലികമായി ജീവിക്കുമ്പോൾ
കാണുന്ന ചില കാര്യങ്ങളുടെ പുറകെ ഓടിപ്പോകാതെ, ഉം, നമ്മൾ ഈ ഭൂമിയിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പുറകെ പോകാതെ, ഉം, ഇവിടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ഉം, നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ കളിക്കാൻ ഉപയോഗിക്കാം, ഉം. പക്ഷേ അതല്ല അതിന്റെ ഉദ്ദേശം. ഉദ്ദേശം. അപ്പൊ ആ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി ആ ഉദ്ദേശത്തിലേക്ക് ഒരു മടങ്ങി വരവ് ഉം. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആണ്, ആണ്. അങ്ങനെ മടങ്ങി വന്ന് പുതുമനുഷ്യൻ ഉം. സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ, ആദം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. ആണ്. അതുപോലെ യേശുക്രിസ്തുവിൽ ഉള്ളത് കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണ് സഭ. ആണ്. ആ സഭയുടെ പൂർത്തീകരണം, പൂർണ്ണ അനുസരണത്തിൽ സഭ വന്നു കഴിയുമ്പോൾ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ, പുതിയ ആദാമും പുതിയ ഹവ്വായും റെഡിയായി. ആ. അവർ ഈ ഭൂമിയെ ഭരിക്കും, ഭരിക്കും. ഈ ഭൂമിയെ വാഴും. ഉം. ആ യഥാർത്ഥ പർപ്പസിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരട്ടെ. ഇന്ന് നമുക്ക് ഉം. ആ ഒരു കാര്യത്തിലേക്ക് വരുവാൻ ഉം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉം. ആ, ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഇത് നമ്മൾ എത്ര ദൈവം നമ്മളെ സൃഷ്ടിച്ച് എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട്, എത്ര സമാധാനവും സ്നേഹവും നിറഞ്ഞ ജീവിതം. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും അങ്ങോട്ട് ആകുന്നില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, എന്നാലും ആകുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ ബ്രദർ പറഞ്ഞ പോലെ ദൈവം നമ്മളെ ആ രൂപാന്തരം, യേശുവിൻ്റെ ആ രൂപത്തിലോട്ട് ചേർക്കുന്ന ആ ഒരു പണി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. വെട്ടുവഴിയിലാണ് നമ്മളെല്ലാവരും പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ ദൈവം, നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ദൈവം നമ്മളെ എത്ര മാത്രം സ്നേഹിക്കുന്നു എന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടുതൽ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ജേക്കബ് ബ്രദറെ. Okay, praise താങ്ക് യു. God. പ്രൈസ്.